ഗൈസ്, എൻ്റെ പേര് റിയാസ്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. സോ ഞാൻ ജിദ്ദയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഏജൻസികളെ വർക്കുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. വേണ്ട, ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈന് ഒരു ലോഗോ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ നോർമലി നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക? നിങ്ങളെന്താണ് ആദ്യം തന്നെ ചെയ്യാറ് ലോഗോ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ? അപ്പോൾ ഒരു പ്രൊജക്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ക്ലയൻറ്റുമായിട്ട് ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യും. മേ ബി ഒരു 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ആ ഒരു മൂഡ് ബോർഡ് എന്തിനാണെന്ന് വെച്ചാൽ ഏതൊരു ക്രിയേറ്റീവ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ബ്രാൻഡിനെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ പേഴ്സോണ എന്താണ്, അതിൻ്റെ കളർ തീം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ടൈപ്പോഗ്രഫി, പിന്നെ സ്റ്റൈലുകൾ, ഫോട്ടോഗ്രാഫ്സ്, ഇതൊക്കെ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കളക്ഷൻസാണ്. അത് നമ്മൾ ഗൂഗിളിൽ നിന്ന് അതിൻ്റെ റെഫറൻസുകൾ എടുക്കും. അതിനെ ബേസ് ചെയ്തിട്ട് അതൊക്കെ കളക്ട് ചെയ്തിട്ടൊരു 3 ഓപ്ഷൻസ് ഉണ്ടാക്കും. എന്നിട്ട് ആ ഓപ്ഷനുമായിട്ട് നമ്മൾ കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യും. ഒരു മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ കസ്റ്റമറിൻ്റെ മേ ബി ആ ഓപ്ഷൻ 1 എന്നും 2 എന്നും 3 എന്നൊക്കെ ചിലപ്പോൾ ചിലതിന് കളറായിരിക്കും, ചിലതിന് ടൈപ്പോഗ്രഫി ആയിരിക്കും, ചിലതിന് ഇമേജ് ആയിരിക്കും, ചിലതിന് അതിൻ്റെ ലോഗോൻ്റെ ഒരു സ്റ്റൈലായിരിക്കും. സോ അവിടെ ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണില്ല, ജസ്റ്റ് കളക്ഷൻ ഓഫ് ആർട്ട് വർക്കുകളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സും ഡിസൈനുകളും മോക്കപ്സൊക്കെയാണ് ഉണ്ടായിരിക്കുക. അത് ആ ഒരു ഡയറക്ഷൻ, ഒരു ക്രിയേറ്റീവ് ഡയറക്ഷനെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്രിയേറ്റീവ് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പ്രോസസ്സുകൾ കുറച്ചും കൂടി ഈസിയാവും. സോ ഇനീഷ്യൽ സമയത്തൊക്കെ ഞാൻ നേരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് ലോഗോ ചെയ്യുകയാണ് ചെയ്യുക, കസ്റ്റമറിനെ ഇരുത്തിയിട്ട്. സോ പിന്നീടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത്. ഞാനൊരു സെൽഫ് ലേൺ ഗ്രാഫിക് ഡിസൈനറാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വളരെ ഇഷ്ടത്തോടു കൂടി വന്നതാണ്. സോ കം ടു ദ പോയിൻ്റ്. അപ്പം നമ്മൾ ഈ ഒരു ക്രിയേറ്റീവ് ഡയറക്ഷൻ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ സ്കെച്ചിങ് പ്രോസസ്സിലേക്ക് നടക്കും. പേനയും പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഒരു സ്കെച്ചുകളൊക്കെ ചെയ്യുക. സ്കെച്ചുകളും പ്രോസസ്സുകളും വേണമെങ്കിൽ നമുക്ക് കസ്റ്റമറിന് ഷെയർ ചെയ്യും, അവരൊരു ഫീഡ്ബാക്ക് അറിയാം. സോ അതാണ് ആ ഒരു സെക്കൻഡ് ഫേസ് വരുന്നത്. ഒരു ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള നിലക്ക് നമ്മളെ ഡെയിലി ലൈഫിൽ ഈ ഒരു ഫീൽഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്, സീരീസാണത്. സോ ഞാൻ സൗദിയിലൊരു 8 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. സോ സൗദിയിൽ നമ്മൾ കണ്ട ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ബ്രാൻഡുകളെ നമ്മൾ മലയാളത്തിലേക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു നമ്മളൊരു എക്സ്പെരിമെൻ്റാണ്, ഒരു കൺസെപ്റ്റ് ഡിസൈനാണിത്. ഇത് STC പറഞ്ഞ ഇവിടുത്തെ ഒരു മൊബൈൽ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു കമ്പനിയാണ്. സോ അവർക്ക് മൊബൈൽ നെറ്റ്വർക്ക് അല്ലാതെ അവർക്ക് വേറെയും പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അവർക്ക് STC പേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. പിന്നെ അവർക്ക് STC ബാങ്ക് ഉണ്ട്, പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ എന്തുകൊണ്ട് ഞാൻ മലയാളത്തിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള എൻ്റെ ചെറിയൊരു ആണ് കേട്ടോ. അപ്പോൾ മലയാളത്തിലേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മലയാളത്തിൽ നമ്മൾ STC എന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ആ ഒരു 3 ലെറ്റേഴ്സിനോട് ഇങ്ങോട്ട് കിടപിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ
അതിനെന്ത് എ മാറ്റിയിട്ട് STC ആക്കി മാറ്റി. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി ആ ഒരു ഇതിനോട് നീതി പുലർത്തേണ്ടി തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം ഈ രീതിയിലായിരിക്കും അത് വരിക. എന്നാൽ കൂടി ഇംഗ്ലീഷ് ഭയങ്കര വലിപ്പം ഉണ്ടായതുകൊണ്ടും മലയാള അക്ഷരങ്ങൾ വേറെ രീതിയിലായതുകൊണ്ടും അത് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ആ ടീയുടെ ഈ ഒരു ടിൻറ്റ് അല്ലെങ്കിൽ ഒരു ബോക്സ് നമ്മളവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഷേപ്പുകളൊക്കെ, ഒരു വൃത്താകൃതിയിലുള്ള ഷേപ്പുകളൊക്കെ ഇവിടെയും മലയാളത്തിലും കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഇൻവേഴ്സ് കളറിൽ എങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ചെറിയൊരിതാണ്. സോ അപ്പോൾ നമ്മൾ STCയുടെ ഒരു മലയാളത്തിലൊരു ഏകദേശം രൂപരേഖയാണ് ഇങ്ങനെ. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ആ ഒരു കറക്റ്റ് ഇങ്ങനെയാണ് ഇപ്പം ഇംഗ്ലീഷിൽ STC വരുന്നത്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഭയങ്കര സിമ്പിളായിരിക്കും. മലയാളത്തിലാകുമ്പോൾ ഒരു കെട്ടും വെള്ളും പുള്ളികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാലും അതിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ STC പേ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള എൻ്റെ ഒരു ഇതാണത്. ഇതാണ് STC പേ. അതിൻ്റെ മൊബൈൽ ആപ്പൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ STC ബാങ്ക് ഉണ്ട്. അപ്പോൾ STC ബാങ്കിൻ്റെ ഒരു ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഒരു മൊബൈൽ ആപ്പിൽ വരുമ്പോൾ അതിൻ്റെ ഐക്കൺ ഇങ്ങനെയാണ് ഉള്ളത്, STC പേ. അതേപോലെ ബാങ്കിൻ്റെ ഇങ്ങനെയാണുള്ളത്. സോ ഇതാണുള്ളത്. ഇതൊരു ട്രയലാണ്, ട്രയൽ ആൻഡ് എറർ. നമ്മൾ ഫുള്ളി അതിൻ്റെ ആർട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല. സോ ഇതാണ് അപ്ഡേറ്റ്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സംഭവം കിട്ടി. 100 days ഇല്ലുസ്ട്രേഷൻ ചാലഞ്ച്. അത് എൻ്റെ ഒരു പഴയ ഹാർഡ് ഡിസ്കിലായിരുന്നു ബാക്കപ്പ്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിലായിരുന്നു ആ ഒരു ചിത്രങ്ങളൊക്കെ. ഇതൊരു റെഫറൻസ് എടുത്ത ചിത്രങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഞാൻ ഭയങ്കര എൻജോയ് ആയിട്ട് ചെയ്തിരുന്നൊരു സംഭവമാണിത്. ഡെയിലി ചെയ്യായിരുന്നു. ഒരു 2018 ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ ഞാൻ ശരിക്ക് ഉണ്ടോ അതിൻ്റെ ഒരു വെക്ടർ നോക്കുകയാണെങ്കിൽ അങ്ങനെ വരച്ച സംഭവമാണ്. ഇത് കോഴിക്കോട് ബീച്ചിൽ ഉള്ളൊരു ഫോട്ടോ, ഞാൻ മൊബൈലിലെടുത്തൊരു ഫോട്ടോനെ വരച്ചാണ്. പിന്നെ അതേപോലെ ഇതൊക്കെ ഗൂഗിളിലുണ്ടായിരുന്നു ഈ ഒരു ഇമേജ്. അതേപോലെ റെപ്ലിക്ക ചെയ്തതാണ്. ചിലതിലൊക്കെ നമ്മളൊരു എന്താ പറയുക കൺസെപ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു 2 കൺസെപ്റ്റുകളുടെ ഒരു മിക്സ്ചറാണ്. ഇതൊക്കെ ഞങ്ങൾ ഒരു വീക്കെൻഡ് ട്രിപ്പ് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്യാമ്പ് ഫയറിൽ ഞങ്ങൾ ചായ ഉണ്ടാക്കുന്ന ഒരു കെറ്റിലിൻ്റെ ഒരു ഇത്, പിന്നെ ആ സ്റ്റാർ ഗേസിങ്, ഇതൊക്കെ ആയിരുന്നു. സോ ഇത് ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു നോട്ട് പാഡ്. അതിൻ്റെ ഒരു കവർ പേജ് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ സെയിം റിപ്ലിക്ക ചെയ്തു. ഇതിന് നമ്മൾ ഒരു ബീച്ചിൽ നിന്ന് എടുത്തൊരു ഫോട്ടോൻ്റെ കേസ്. ഇതും ഇവിടുത്തെ ഒരു ബീച്ചിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. അത് നമ്മൾ മിൽക്കി വേൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യുകയായിരുന്നു ആ സമയത്ത്. ഇതും അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ. ഇതും അങ്ങനെ ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അത് നമ്മളെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു പ്രാക്ടീസ് പോലെയായിരുന്നു ഇത്. ഓക്കെ, ഇനി വേറൊരു സെറ്റ് ഉണ്ട്, കാണിച്ചു തരാം. ഇതിൽ ഇപ്പോൾ നമ്മളൊരു ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. സോ ഇതും അതേപോലൊരു സെറ്റ് ഓഫ് ഇതായിരുന്നു. ഇത് വേറെ കളറിലേക്ക് മാറ്റിയിട്ട് വേറെ കളർ കോമ്പിനേഷൻ, 2 കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇല്ലുസ്ട്രേഷനെ ചെയ്യാമെന്നുള്ള ഒരു ചലഞ്ചായിരുന്നു. അപ്പം അതും
ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൊള്ളായിരുന്നു, നല്ലൊരു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരിതായിരുന്നു. അതൊക്കെ ഒരു പ്യൂർലി കൺസെപ്റ്റ്. പിന്നെ അതേപോലെ വേറൊരെണ്ണം കൂടി ഉണ്ട്, അതും വേറെ കളർ എന്താ പറയുക കൺസെപ്റ്റ് ഇതാക്കി. ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഇല്ലുസ്ട്രേഷനാണത്. അപ്പം ഇതൊക്കെ അങ്ങനെ ഉള്ളൊരു ഇതാണ് ഇത്. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു വെക്ടർ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും അങ്ങനെയൊക്കെ ചെയ്താണ്. പിന്നെ ഈ രണ്ടെണ്ണം മാത്രം നമ്മൾ ശരിക്കും ഫോട്ടോഷോപ്പിൽ ചെയ്ത് നമ്മളത് ഒരു റെഫറൻസ് ഇമേജ് എടുത്ത് അതിനെ ബേസ് ചെയ്താണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് ഫോട്ടോഷോപ്പിലല്ല, എനിക്ക് ഏതൊരു സ്കെച്ചിങ് ആപ്ലിക്കേഷനിൽ ചെയ്താണ്, ഏതാണ് ഞാൻ ഓർക്കുന്നില്ല. ഇതും അതേപോലെ തന്നെ ചെയ്താണ്. സോ പിന്നെ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ചില സംഭവങ്ങൾ ഈ ഒരു സെറ്റ് ഓഫ് സാധനത്തിൻ്റെ ഫയൽ മിസ്സായിപ്പോയി. ഇതും വേറെ കളർ കോമ്പിനേഷനിൽ ചെയ്തായിരുന്നു. അങ്ങനെ വരും ഈ ഒരു കളർ കോമ്പിനേഷൻ. അതൊക്കെ ഭയങ്കര നമ്മളൊരു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഡോഡ്ജിൻ്റെ ചാർജർ. അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയാണ്. ഓക്കെ, എനിവേ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ സീരീസ് ഇത്രയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ വർക്ക് മാത്രമല്ല, നമ്മൾ പേഴ്സണലി എന്തൊക്കെ നമുക്ക് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഓരോ വർക്കുകൾ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ നീഷെ ചെയ്യാൻ പറ്റും. ഞാനിത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കും ഇങ്ങനെ ഒരു സംഭവങ്ങൾ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസും അതിൻ്റെ എൻഡ് റിസൾട്ടൊക്കെ പോസ്റ്റ് ചെയ്യാം. സോ മേ ബി അത് ഒരു ഹാർഡ് കോപ്പീസ് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ റിയൽ വേൾഡിൽ കണ്ട എങ്ങനെയുണ്ടാവും, ഡിജിറ്റൽ സ്ക്രീനിൽ മാത്രമല്ല, അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ അതിന് വേറൊരു തന്നെ ഒരു ഭംഗിയാണ് അതിന്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച്.